അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ അദ്ദേഹം ഇരുന്നുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടു. എനിക്കറിയില്ല അദ്ദേഹം ഈ കേരളത്തിലാണോ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഒരു 5 പേരുടെ മരണത്തിനിരയാക്കിയ ഒരു കേസ് നമ്പറൊക്കെ അവിടെ പറയുന്നത് കേട്ടു. എനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല. ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ആ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള എം വി രാഘവൻ മരിക്കുന്നതിന് മുമ്പ് എവിടെയാണ് എത്തിച്ചേർന്നത്? അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതിൽ പുഷ്പൻ എന്ന് പറഞ്ഞൊരു ഒരു മനുഷ്യൻ ഇപ്പം ചാവാതെ ചത്ത് കിടപ്പുണ്ട് കണ്ണൂരിൽ. ആ രാഘവനെ ചുവന്ന മാലയിട്ട് CPM ക്ഷണിച്ച ആളുകളാണ് ഈ CPM ആളുകൾ. അതുകൊണ്ട് ഞാനതിനകത്തേക്ക് കൂടുതലൊന്നും ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകനെയും അതെ, അദ്ദേഹത്തിൻ്റെ മകനറിയാമല്ലോ, മകൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാനതിനകത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ നവകേരള സദസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ നവകേരള സദസ്സ് തുടങ്ങിയതിന് പിണറായി വിജയനോടൊരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ മുഴുവൻ ധ്രുവീകരിച്ച്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിച്ച്, ഈ ഗവൺമെൻറ്റിനെതിരെ വലിയൊരു ജനരോഷം ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഒരു വലിയ വജ്രായുധമായി നവകേരള യാത്ര അല്ലെങ്കിൽ നവകേരള സദസ്സ് മാറി എന്നതിൽ എനിക്കും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ഗവൺമെൻറ് ഒരു ദിവസം മുമ്പെങ്കിലും അധികാരത്തിൽ നിന്ന് പോകണം എന്ന് ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന CPM അണികൾക്ക് പോലും തോന്നത്തക്ക നിലയിലേക്ക് ഈ നവകേരള യാത്രയെ വളർത്തി വികസിപ്പിച്ചെടുക്കുന്നതിൽ, അതിനെ ഇവോൾവ് ചെയ്യിപ്പിച്ചെടുക്കുന്നതിൽ വലിയ പങ്ക് പിണറായി വിജയൻ വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് ഇപ്പോൾ എനിക്കത് യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്നറിയാമോ? നിർജീവമായി കിടന്നിരുന്ന കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ഒക്കെ സജീവമാക്കാൻ പിണറായി വിജയൻ വഹിച്ച പങ്ക് ചെറുതല്ല. അവരെ ഈ പറഞ്ഞ പോലെ ഐസ് കട്ടയിൽ കിടന്ന് പറഞ്ഞ പോലെ മരവിച്ച് കിടക്കുകയായിരുന്നു അവരെ ഇപ്പം സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേർ ഈ അംഗരക്ഷകരുടെ വീട്ടിലേക്കൊക്കെ ജാഥ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പിണറായി വിജയനോട് നമുക്കെല്ലാ കാലത്തും നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഈ DYFIയുടെ കുറേ ഗുണ്ടകളും കുറേ പോലീസുകാരും കുറേ അംഗരക്ഷകരും ഒന്നും തല്ലി തീർത്ത് കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും പിണറായി വിജയൻ വിചാരിക്കരുത്. നേരത്തെ ഇവിടെ അദ്ദേഹം പറയുന്നത് കേട്ടു, നന്ദിഗ്രാമിനെ കുറിച്ച് ഓർക്കണം. നന്ദിഗ്രാമിൽ ഇതുപോലെ പാർട്ടി ഗുണ്ടകളാണ് തല്ലിയതും കൊന്നതും വെടിവെച്ചതും. നന്ദിഗ്രാമിലും ഒക്കെ തന്നെ ഇതാണ് സംഭവിച്ചത്. ത്രിപുരയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പാർട്ടിക്കാരൻ ആയുധമെടുത്തു, പാർട്ടിക്കാരൻ വെടിവെച്ച് കൊന്നു. ആ വെടിവെച്ച് കൊല്ലുകയും ആയുധമെടുക്കുകയും ചെയ്ത സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും തിരിച്ച് CPM ഒരു തരിയെങ്കിലും കണ്ടിട്ടുണ്ടോ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ? വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുമുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിൽ CPM പോയിട്ട് കാലത്രായി ആ മുജീബ് റഹ്മാനെ? ത്രിപുരയിൽ CPM അധികാരത്തിൽ നിന്ന് പോയിട്ട് കാലത്രായി? തിരിച്ചു വന്നിട്ടുണ്ടോ അവർ? ഇതേ പണി തന്നെയാണ് അവിടെയും ചെയ്തത്. അവിടെയും DYFIക്കാരനും CPMകാരനും ആയുധമെടുത്തു, വെടിവെച്ചു, കൊന്നു, തിരിച്ചു വന്നില്ല. ഇവിടെയും ഏതാണ്ട് ആ ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ടാവും. CPM പൂർണ്ണമായ ആധിപത്യമുള്ള മേഖലയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. CPM സർക്കാർ എത്ര ജനവിരുദ്ധമായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM-ഉം LDF-ഉമാണ് മുന്നിൽ വരിക. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആരാ മുന്നിൽ വന്നത്? അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം UDF മുന്നിൽ വന്നു. ഇത് UDF നാട്ടിൽ നടത്തിയിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനം കൊണ്ടാണെന്ന് മുജീബ് റഹ്മാൻ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഉത്തരവാദി സാക്ഷാൽ പിണറായി വിജയനാണ്. ഈ നവകേരള യാത്ര ഞാൻ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നുകൂടി നടത്തിയാൽ അത്രയും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നടത്തി കഴിഞ്ഞാൽ ഒരു സീറ്റിൽ പോലും LDF ജയിക്കാത്ത നിലയിലേക്ക് CPM മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, CPM അത് കുറച്ചൊക്കെ മനസ്സിലായിക്കൊണ്ട് ഇരിക്കും. മനസ്സിലായ ആളുകൾ അത് മുഖ്യമന്ത്രി അറിയിക്കുന്നില്ല എന്ന് കൂടി വേണമെങ്കിൽ പറയാം. കോൺഗ്രസിലും UDF-നെയും സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ.
കോൺഗ്രസിനെയും UDF-നെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ആ അർത്ഥത്തിൽ പിണറായി വിജയനോട് നമ്മൾ നന്ദി ഉണ്ടാവണം.